എന്റെ ജീവൻ രക്ഷിച്ചവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടയാളമായിട്ടാണ് ഈ വിരുന്ന്. എൻജോയ്, എല്ലാരും എൻജോയ് ചെയ്യേ. രാജഗോപാലാണ് എന്റെ സെക്രട്ടറി. അവൻ എന്റെ ആശ്രമത്തിന് സ്വന്തമായി 25 കുതിരകളെയും മസാജ് ചെയ്ത് തടകി അവൻ തന്നെയാണ് സംരക്ഷിക്കുന്നത്. എവിടെ സ്വാമി അവര്? കുതിരയുടെ അടുത്ത് കാണും. വണ്ണാരേ സ്വാമി, രാജഗോപാൽ എവിടെ? വീടിന്റെ പുറത്ത് വരില്ലെന്ന് വാശി പിടിക്കാണ് സ്വാമി. അതെന്താ? വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരുന്ന് ചെയ്യേണ്ട ജോലിയൊക്കെ ഇപ്പൊ നിന്നുകൊണ്ടാ ചെയ്യുന്ന സ്വാമി. നിന്നോണ്ട് ചെയ്യുന്നെന്നോ? നിന്നോണ്ട് എന്തുവാ ചെയ്യുന്നേ? ഇരുന്ന് കഴിക്കേണ്ടതിന് പകരം നിന്നുകൊണ്ടാ ഇപ്പൊ കഴിക്കുന്നേ സ്വാമി. പുതിയ എന്തോ രോഗമായിരിക്കും. അതുപോട്ടെ, ഞാൻ കുതിരയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മരുന്ന് കൊടുത്തോ? എന്ത് മരുന്ന്? കുതിരകളെ ഇണ ചേർക്കുന്നതിനായിട്ട് ഞാൻ ചുക്കുപൊടി പോലൊരു മരുന്നുണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കുതിരകൾക്ക് മൂട് വന്ന് അടക്കാൻ പറ്റാത്ത ആവേശം ഉണ്ടാകും. അതുകൊണ്ടാ സ്വാമി രാജഗോപാലിന് ഇതൊക്കെ സംഭവിച്ചത്. അതെങ്ങനാടാ? ഞാൻ പറഞ്ഞതുപോലെ അല്പം ഈ മരുന്നെടുത്ത് വെച്ച് കല്ലിലിടിച്ച് പൊടിയെടുത്ത് കുതിരയുടെ വായിലിട്ട് തൊണ്ട വരെയും ചൊറിഞ്ഞു കൊടുത്ത് ഫൂന്നൂതാൻ പറഞ്ഞു. അത് ചെയ്തോ? എല്ലാം സ്വാമി പറഞ്ഞ പോലെയാ നടന്നത് സ്വാമി. അവസാനം എല്ലാം പിഴച്ചു പോയത്. അവൻ ഊതുന്നതിന് പകരം കുതിരയാ സ്വാമി ഊതിയത്. കുതിര വളരെ ഇമോഷണലായി കാണും. ഷെളി, നിനക്ക് പറ്റുമല്ലോ അല്ലേ? അതല്ല, ഒരു സാധാരണ ആളെ തന്നെ സഹിക്കുന്നത് ഒരിച്ചിരി കഷ്ടപ്പാടായിരിക്കും. ഈ പാവയുടെ മരുന്ന് കഴിച്ചാ പിന്നെ 4 ആനയുടെ ശക്തി കിട്ടുമെന്ന് പറയുന്നത്. സ്വാമി, കുതിരകൾക്ക് മരുന്ന് കൊടുത്തില്ലേ? അതുപോലെ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും? എന്തിനാണ്? നമുക്ക് തന്നെ. നമുക്കോ? എന്നാ പിന്നെ എനിക്ക്. ശരി ശരി ശരി. അയ്യാ സ്വാമി എന്ന് പറഞ്ഞ ഒരുത്തൻ എന്റെ അടുത്ത് വന്നു. 5 വർഷം അവനും അവന്റെ ഭാര്യയ്ക്ക് കോപ്പറേഷൻ തീരെ ഇല്ലെന്ന്. അപ്പൊ തന്നെ ഈ ജിങ്ക മരുന്ന് ഞാൻ അവന് കൊടുത്തു. പോയവൻ തിരിച്ചു വന്നേ ഇല്ല. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഈ നിളിച്ചോണ്ടാ വന്നത്. എന്താന്ന് ചോദിച്ച്. സ്വാമി, വീട്ടിൽ പോയി ജിങ്ക മരുന്ന് കഴിച്ചാൽ മൂടെങ്ങാനും ലേറ്റ് ആവുമോന്ന് വിചാരിച്ച് പോയ വഴിക്ക് തന്നെ ജിങ്ക മരുന്ന് കഴിച്ചു. റോഡിൽ വെച്ച് തന്നെ മൂട് വന്ന് കുഴപ്പമുണ്ടായി. എന്നെ വയലൻസ് കേസിൽ അകത്താക്കി. അതുകൊണ്ടാ നിങ്ങൾക്ക് നന്ദി പറയാൻ 1 മാസം ആയതെന്ന്. അത്രയ്ക്ക് സ്ട്രോങ് ആയ മരുന്നാണ് ജിങ്ക മരുന്ന്. അബ്ബാജി ജംബോ ഗംഭീര ജിങ്ക മരുന്ന്. ഓയാ ഓയാ ഹോ ഗംഭീര. ഈ ജിങ്കാപ്പൊടി കുറച്ച് സ്ട്രോങ് ആയിട്ട് വേണം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ കൂട്ടുകാരാ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എൻ്റെ ജീവൻ രക്ഷിച്ച കൂട്ടുകാരൻ തിരുവാളർ വെട്രിവേൽ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന അതിസുന്ദരിയായ ഷെർലിക്ക് മുഖം കൊടുക്കാതെ നടക്കുകയാണ്. അതിനെന്തെങ്കിലും പരിഹാരം വേണം സ്വാമി. ശിഷ്യ, യെസ്, നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട് ജിങ്ക മരുന്ന്. ഡോണ്ട് വറി, ഗെറ്റ് റെഡി. വണ്ണാരേ സ്വാമി, ഓയാ ഓയാ ഹോ. വെറും തൈര പഞ്ചസാര ഇട്ട് കലക്കിയതാ. ജയ, 4 ആനയുടെ ബലം കിട്ടുന്നു പറഞ്ഞില്ലേ? ഇപ്പൊ ദൈവം ആ ബലം നമുക്ക് തരണം, ഇവരെ എടുത്തോണ്ട് പോവാനായിട്ട്. സോറി.
അതെ, ഞാൻ സുന്ദരിയായില്ലേ? നീ എപ്പോഴും സുന്ദരി തന്നെയാണല്ലോ. ഈ സാരിയില് സുന്ദരിയാണോന്ന് ചോദിച്ചേ? സാരി ഉടുത്തിരിക്കുകയാണോ അതോ വെറുതെ പുതച്ചിരിക്കുകയാണോ? ഇല്ല, ഞാൻ നന്നായിട്ടാ. ഇതെങ്ങനെയൊന്നും വിടാൻ പാടില്ല. മലയാളികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാരി ഉടുക്കാനേ പറ്റുന്നില്ല. ഇതൊക്കെ ഇപ്പൊ ശരിയാക്കാന്ന്. ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതിങ്ങനെ എടുത്തിട്ട് വീശിക്കൊണ്ട് കാറ്റ് കിട്ടി കഴിഞ്ഞാൽ താഴേക്ക്. ഹലോ, രഹസ്യ പോലീസ് വെട്രിവേൽ. ആരാ സംസാരിക്കുന്നേ? ദ്രാവകം വെട്രിവേൽ, നിന്റെ കാതിലൊഴിക്കുന്ന ദ്രാവകം. പേര് ജിന്ദ. വീണ്ടും നിന്നോടൊന്ന് പോരാടാൻ തോന്നുന്നു വെട്രിവേൽ. എന്തു പറയുന്നു? നിനക്കെന്നെ കാണാനായിട്ട് തോന്നുന്നില്ലേ? നമുക്കൊന്നുകൂടി ഒന്ന് കാണണ്ടേ? ബായ്. ഹലോ. എങ്ങോട്ട് ഇത്ര ധൃതിയില്? നിങ്ങൾക്ക് സാരി ഉടുക്കാൻ അറിയോ? ഞാൻ സാരി തന്നെ ഉടുത്തിക്കുന്നത്. അത് ശരിയാണ്. മറ്റൊരാൾ കുടിപ്പിക്കാൻ അറിയോ? അകത്തൊരു സാരി അഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് റെഡിയാക്കി. എന്താ? Yes, sir. Nothing. സുന്ദരാ, ജടാ വടിവേലേ, അഴകിയ സുന്ദരൻ വടിവേലേ, യെസ് സാർ. ഒരു പെഗ് റം. സാർ അധികം കുടിക്കാൻ പാടില്ല നിന്റെ സാർ. കല്യാണം കഴിഞ്ഞാണോടാ? ഇല്ല സാർ. ചെയ്യല്ലടാ മക്കളെ. കല്യാണം കഴിച്ച് പണ്ടാറടങ്ങി ചാകാതെ അതിലും ഭേദം ഇവിടെ ഇരുന്ന് കുടിച്ച് ചാവുന്നതാടാ. തൻ്റെ കല്യാണമോ? എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ. ഒന്നുകിൽ ആയിന്ന് പറയാ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. ഞാൻ എങ്ങനെ അറിയാനാ? എന്ത് വേണേ വിചാരിച്ചോ. ആ. ശരി, എന്തിനാ കരയുന്നേ? എന്റെ കല്യാണം കഴിഞ്ഞു, ഭാര്യ മരിച്ചും പോയി പോരെ. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങളെ ഭാര്യ മരിച്ചതിന് കരഞ്ഞല്ലടോ, എന്റെ ഭാര്യ മരിച്ചുപോയി, അതുകൊണ്ട് കരച്ചതാ. 20 വർഷമായടാ. അയ്യോ ശരി. എന്ത് ശരിയെന്ന്? എന്റെ ഭാര്യ മരിച്ചത് ശരിയായിരുന്നോ? അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് നല്ല വിഷമമായി. മതിയോ? എന്റെ ഭാര്യ മരിച്ചതിന് നിങ്ങൾക്ക് എന്താ വിഷമം? അയ്യോ സാർ, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താന്നോ? നിങ്ങക്ക് ചെവി കേട്ടൂടോ? ഇപ്പൊ ഞാൻ ചോദിച്ചത് കേട്ടില്ലടോ. റമ്മ്. റമ്മാണോ വേണ്ടത്? ബാർട്ടൻഡറെ എന്തേലും കൊടുക്ക്. എന്തെങ്കിലും കുടിക്കാൻ ഞാൻ അത്ര മോശക്കാരനാണോ? ചോദിച്ചത് തരാൻ പറ. റമ്മ്. റമ്മ് കൊടുക്കടോ. ആ കോട്ടാ, ഇതെന്തിനാ? നേരെ വായിലേക്ക് ഒഴുക്കി. അയ്യോ, എന്തത് ഇങ്ങനെ കുടിക്കണേ? ആ, കുടിക്കാൻ അറിയാത്തവന്മാര് വന്നാ വെറുതെ ഇങ്ങനെ സിപ്പ് ചെയ്തോണ്ടിരിക്കും. ഒരാറ്റടിക്ക് വലിക്കണം. നെല്ല്. ഇതാ എൻ്റെ അഡ്രസ്. ഇടയ്ക്കിടയ്ക്ക് വാ. വരൂലേ? അതിബുദ്ധിമാനായ പയ്യൻ. കോട്ടയിലേക്ക് പോകാതെ കറക്റ്റായിട്ട് എൻ്റെ ബാറിലേക്ക് തന്നെ വന്നു. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ മോനെ, നേരെ നിന്റെ കാറിലേക്ക് പോയ കാസറ്റ് ഒന്ന് കേക്ക്. 1 2 3 ജോക്ക്. ഹലോ മിസ്റ്റർ വെട്രിവേൽ. നിന്റെ ബുദ്ധിയും തന്ത്രവും കണ്ട് ഞാൻ പലതവണ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. നിന്റെ ബുദ്ധി തെളിയിക്കാൻ ഒരു ജോലി തരാം. ഇപ്പോൾ നീ നേരെ നിന്റെ വീട്ടിലേക്ക് പോയാൽ അതൊരു കാലി വീടായിരിക്കും. അവിടെ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ആളുകൾക്ക് ഞാനൊരു ജോലി കൊടുത്തിട്ടുണ്ട് വെട്രിവേൽ. അതായത് എല്ലാം ക്ലീൻ ചെയ്യാൻ.